എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കണം. നമുക്ക് ഇന്നൊരു സിമ്പിളായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ കാണാം കേട്ടോ. നമുക്ക് പൊതുവെയുള്ളൊരു വിചാരമുണ്ട് വൈറ്റമിൻ സി റെറ്റിനോളൊക്കെ യൂസ് ചെയ്താലേ റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ളത്. പക്ഷേ എല്ലാവർക്കും ഈ വൈറ്റമിൻ സി റെറ്റിനോളൊക്കെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, പലർക്കും സ്യൂട്ട് ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇതല്ലാണ്ട് വേറെ കുറേ നല്ല ഇൻഗ്രീഡിയൻസുകളുണ്ട്, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഈ ഒരു റുട്ടീനാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. റെറ്റിനോളോ അതേപോലെ തന്നെ വൈറ്റമിൻ സിയോ അതിനേക്കാളും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു റുട്ടീനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു റുട്ടീൻ ആയിരിക്കണം, ഈ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതൊക്കെ സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഏതാണ് ആ ഒരു കോമ്പിനേഷൻ എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നേരം വൈകേണ്ട വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുഖം നന്നായി കഴുകി തുടയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫേസിൽ എന്തെങ്കിലും അഴുക്കുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് സ്കിൻ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കേട്ടോ. അടുത്തത് നമ്മൾ നയാസിനമൈഡ്, അതാണ് അടുത്ത നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. അതുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിച്ചോ നമ്മളുടെ ഫേസിലത്തെ പോഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതേപോലെ തന്നെ ഓയിലി സ്കിന്നിന് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ സാറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ഫേസ് ടോണറാണ്. ഗ്രീൻ ടീ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നയാസിനമൈഡ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റാണ്. നമ്മളുടെ ഫേസിലത്തെ പോഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ടോണർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് അബ്സോർബ് ആവാൻ വിടണം കേട്ടോ. നമ്മൾ അടുത്തത് നമ്മൾ സിറം അപ്ലൈ ചെയ്യണേക്കാളും മുന്നേ നല്ല പോലെ നമ്മുടെ ഫേസിൽ ഈ ടോണർ അബ്സോർബ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ എടുത്തിരിക്കുന്ന സിറം എന്ന് പറയുന്നത് സാറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ തന്നെയാണ്. ആൽഫ ആർബുട്ടീൻ, അതിലത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ആൽഫ ആർബുട്ടീൻ ആണ് കേട്ടോ. ആൽഫ ആർബുട്ടീൻ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ സ്കിന്നിൻ്റെ ആ ഒരു മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കാനും അതേപോലെ തന്നെ കോംപ്ലക്ഷൻ കൂട്ടാനും കോജിക് ആസിഡ് നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ടിൻ്റെ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, നമുക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും. നിങ്ങളത് ക്രീമായിട്ടോ സിറമായിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മളുടെ ഫേസിൽ ഇപ്പോൾ ഞാൻ സിറമായിട്ട് അപ്ലൈ ചെയ്യുന്ന കാരണം നമ്മൾ 4 ഡ്രോപ്സ് ഒക്കെ മാക്സിമം മതിയാവും. നല്ലപോലെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതാണോ മോയ്സ്ചറൈസർ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിപ്പോൾ നിങ്ങൾ ഓയിലി സ്കിന്നായാലും ഡ്രൈ സ്കിന്നായാലും നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും സിറത്തിൻ്റെയും അതേപോലെ തന്നെ ടോണറിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബ്യൂട്ടി 20 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് വെച്ച് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 20% ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ.